2024 +2 ഫിസിക്സ് പ്രാക്ടിക്കൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് മക്കളെ എന്റെ കയ്യിലിരിക്കുന്നത്. ഇതിലുള്ള ക്വസ്റ്റ്യൻ ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് ഇനി വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ എക്സാമിനും ചോദിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെട്ടാലോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ സെക്ഷൻ എയിൽ നിന്നൊരു ക്വസ്റ്റ്യനും സെക്ഷൻ ബിയിൽ നിന്നും നമ്മളൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. മാത്രമല്ല SI യൂണിറ്റ്സ് ആയിരിക്കണം നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യേണ്ടത്, ഉപയോഗിച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഇനി നമ്മുടെ സ്കോർ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സമയത്ത് ഫോർമുലയും പ്രിൻസിപ്പിളും എഴുതുന്നതിന് 5 മാർക്കാണ്. സെറ്റിംഗ് അപ്പ് ഓഫ് അപ്പാരറ്റസ് എന്ന് പറയുന്നത് 2 മാർക്കും പെർഫോമൻസ് ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ഒബ്സർവേഷന് 6 മാർക്കുമാണ് വരുന്നത്. അതായത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നതിന് 6 മാർക്കാണ് വരുന്നത്. കാൽക്കുലേഷൻ ആൻഡ് റിസൾട്ട് SI യൂണിറ്റിൽ എഴുതുന്നതിന് 4 മാർക്കും വൈവയ്ക്ക് വരുന്നത് 1 മാർക്കുമാണ്. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റിന് നിങ്ങൾക്ക് 18 മാർക്ക്, 2 എക്സ്പെരിമെന്റിലേക്ക് വരുന്ന സമയത്ത് 18 × 2 36 മാർക്ക്. മാത്രമല്ല നിങ്ങൾ റെക്കോർഡ് ബുക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് 4 മാർക്കും. സോ ഇൻ ടോട്ടൽ നിങ്ങൾക്ക് 40 മാർക്കാണ് കിട്ടുന്നത്. സെക്ഷൻ എയിലേക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്ക്രൂ ഗേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഡിറ്റർമൈൻ ദ ഡയമീറ്റർ ഓഫ് ദ ഗിവൺ വയർ യൂസിംഗ് സ്ക്രൂ ഗേജ് ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് വോളിയം. വോളിയം കണ്ടുപിടിക്കണം. നമുക്കറിയാം സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ട് വയറിന് എന്ത് കണ്ടുപിടിക്കാൻ, വോളിയം കണ്ടുപിടിക്കാൻ. നമുക്ക് ഇവിടെ മീറ്റർ സ്കെയിൽ തന്നിട്ടുണ്ടായിരിക്കും. അടുത്ത ചോദ്യം എന്ന് പറയുന്നതും സ്ക്രൂ ഗേജിൽ നിന്ന് തന്നെയാണ്. യൂസിംഗ് സ്ക്രൂ ഗേജ് ഡിറ്റർമൈൻ ദ തിക്നെസ് ഓഫ് ദ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ഇവിടെ ഗ്രാഫ് പേപ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഗ്രാഫ് പേപ്പർ ഒന്നും കൊണ്ടുപോകണ്ടെന്നാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത്. Then അടുത്തത് ഡിറ്റർമൈൻ ദ വോളിയം ഓഫ് ദ ഗിവൺ ലെഡ് ഷോട്ട് യൂസിംഗ് സ്ക്രൂ ഗേജ്. സാധാരണഗതിയിൽ ഈ ഒരു ചോദ്യം അധികം ചോദിച്ച് കാണാറില്ല. അതായത് സ്കൂളിലെ കുട്ടികൾ എന്ത് ചെയ്യാറില്ല, ഈ ഒരു ചോദ്യം ചെയ്യാറില്ല എന്നുള്ളതാണ്. എന്നാലും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അടുത്തത് യൂസിംഗ് സ്പിറോമീറ്റർ ഫൈൻഡ് ദ തിക്നെസ് ഓഫ് ദ ഗ്ലാസ് പ്ലേറ്റ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് വോളിയം വിത്ത് ദ യൂസ് ഓഫ് എ ഗ്രാഫ് പേപ്പർ. ഒരു ഗ്രാഫ് പേപ്പർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, യെസ് അവിടെ നമ്മൾ വോളിയം കണ്ടുപിടിച്ച് മെഷർ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അടുത്തതും സ്പിറോമീറ്റർ ബന്ധപ്പെട്ട തന്നെയാണ്. എന്താ, റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് സ്പെറിക്കൽ സർഫസ്. ഒരു കോൺകേവിന്റെയോ കോൺവെക്സിന്റെയോ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാൻ, അതായത് ആ ഒരു എക്സ്പെരിമെന്റ് സ്പിറോമീറ്റർ ഉപയോഗിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്ത എക്സ്പെരിമെന്റ് ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ഗിവൺ സിലിണ്ടർ യൂസിംഗ് വെർനിയർ കാലിപ്പേഴ്സ്. വെർനിയർ കാലിപ്പേഴ്സ് ഉപയോഗിച്ച് വോളിയം കണ്ടുപിടിക്കാൻ. മക്കളെ മനസ്സിലാക്കണം, ഇതുപോലെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് ഒറ്റയടിക്ക് വെർനിയർ കാലിപ്പർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറയില്ല, 2 എക്സ്പെരിമെന്റ് ഒന്നും ഒറ്റ ടൈമിൽ ചോദിക്കില്ല. ഏതെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ആണ് ചോദിക്കുക. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ഗിവൺ റെക്ടാംഗുലർ ബ്ലോക്ക് യൂസിംഗ് വെർനിയർ കാലിപ്പേഴ്സ് ആണ് അടുത്ത ചോദ്യം. അതിനടുത്തതായിട്ട് വരുന്നത് ഡിറ്റർമൈൻ ദ ഡയമീറ്റർ ആൻഡ് ഹെൻസ് ദ വോളിയം ഓഫ് ദ ഗിവൺ സ്ഫിയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെർനിയർ കാലിപ്പേഴ്സ്. അതായത് സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ. Then determine the internal volume of the given calorimeter you are supplied with the vernier calipers. സാധാരണഗതിയിൽ ഒരു ചോദ്യം സ്കൂളുകളിൽ അങ്ങനെ തരാറില്ല. അടുത്തത് യൂസിംഗ് കോമൺ ബാലൻസ് ഡിറ്റർമൈൻ ദ മാസ് ഓഫ് ദ ഗിവൺ ബോഡി ബൈ സെൻസിബിലിറ്റി മെത്തേഡ്. കോമൺ ബാലൻസ് ആണ് എക്സ്പെരിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഫൈൻഡ് ദ മാസ് ഓഫ് ദ ഗിവൺ ബോഡി യൂസിംഗ് പാരലലോഗ്രാം ലോ അപ്പാരറ്റസ്. അതായത് പാരലലോഗ്രാം ലോ അപ്പാരറ്റസ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം, മാസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ അടുത്തത് ഫൈൻഡ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ ബോഡി യൂസിംഗ് പാരലലോഗ്രാം ലോ അപ്പാരറ്റസ്. അതായത് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കണം. അടുത്തതായിട്ട് യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് ഡിറ്റർമൈൻ ദ മാസ് ഓഫ് ദ ഗിവൺ ബോഡി. മാസ് കണ്ടുപിടിക്കാൻ, ഗിവൺ ബോഡിയുടെ മാസ് കണ്ടുപിടിക്കാൻ, അതും പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് മൊമെന്റ് ബാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഫൈൻഡ് ദ മാസ് ഓഫ് ദ മീറ്റർ സ്കെയിൽ യൂസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്. മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്തുപയോഗിച്ചിട്ടാണ്, മീറ്റർ സ്കെയിലിന്റെ മാസ് കണ്ടുപിടിക്കാൻ, അതും പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് യൂസ് ചെയ്തിട്ടാണ്. സാധാരണഗതിയിൽ ഈ ഒരു ചോദ്യത്തിലേക്ക് പോവാറില്ല. യൂസിംഗ് മൊമെന്റ് ബാർ ഫൈൻഡ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ദ ഗിവൺ ബോഡി. അതായത് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അടുത്തത് യൂസിംഗ് കാപ്പിലറി ട്യൂബ് ആൻഡ് മൈക്രോസ്കോപ്പ് ഫൈൻഡ് ദ സർഫസ് ടെൻഷൻ ബൈ മെഷറിംഗ് കാപ്പിലറി റൈസ്. വലിയ രീതിയിൽ ഈ ഒരു ചോദ്യം അങ്ങനെ കണ്ടുവരാറില്ല. സ്കൂളുകളിൽ ഈ ഒരു എക്സ്പെരിമെന്റ് അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തത് ഡ്രോ ദ ലോഡ് extension graph of a helical spring for at least 3 different loads and determine the spring constant from the graph. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹെലിക്കൽ സ്പ്രിംഗിനകത്ത് ചോദിച്ചിട്ടുള്ളത്. Tabulate load extension for a given spring, helical spring, for that least 3 different loads and find spring constant by calculation. Spring constant കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അടുത്തത് using helical spring measure the period of oscillation with 4 different known masses and determine spring constant by calculation. Spring constant കണ്ടുപിടിക്കാൻ, k കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അതും കാൽക്കുലേഷൻസിലൂടെ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. Then draw empty graph for a helical spring with 4 readings. Determine spring constant from the graph. ഗ്രാഫ് ഉപയോഗിച്ച് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അതും ഗ്രാഫ്, empty graph, empty square graph അല്ലെ.
Determine the viscosity by measuring the terminal velocity of glass bends through castor oil in a jar. Density of oilum, density of glass beadsum avada തരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ ചോദിക്കാറില്ല, അതായത് ടീച്ചേഴ്സ് ചെയ്യിക്കാറില്ല ക്ലാസ്സിൽ. Find the specific heat of a solid and liquid by method of mixtures. ഇതും സാധാരണഗതിയിൽ ചെയ്യിക്കാറില്ല. Using the law of friction, find the coefficient of friction between block and horizontal surface. ഈ ഒരു ക്വസ്റ്റ്യനും വലിയ സാധ്യതയില്ല. അടുത്തത് determine the period of oscillation for length 65, 75, 85, 95 centimeter using simple pendulum. Plot LT square graph. Find acceleration due to gravity using graph. This is very important question. എന്തായാലും സിമ്പിൾ പെൻഡുലം നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിരിക്കും. ആ ചോദിച്ചിരിക്കുന്നതിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യന് സാധ്യത വളരെ കൂടുതലാണ്. Using simple pendulum, determine the period of oscillation for 65, 75, 85 and 95 centimeter. Find acceleration due to gravity by calculation. വളരെ important ആണ്. Using resonance column apparatus, measure the resonating length for at least 3 tuning forks. Hence, find the velocity of sound at room temperature. ഇതും വളരെ important ആയിട്ടുള്ള resonance column experimental നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. Compare the frequencies of 2 tuning forks using resonance column apparatus. Resonance column apparatus എന്ത് ചെയ്യണം? Yes, അവിടെ ചോദിച്ചിട്ടുണ്ട്. resonance column apparatus വെച്ചാണ് ഈ ഒരു എക്സ്പെരിമെന്റും പറഞ്ഞിട്ടുള്ളത്. അടുത്തത് using sonometer, determine unknown frequency of a tuning fork if 3 known frequencies are supplied. ഇതും വളരെ important ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. Draw a graph connecting M and L square in case of sonometer using a single tuning fork and 3 different loads and hence find the unknown masses. ഇതും ചോദിക്കാറുണ്ട്. With the help of sonometer, show that M by L square is a constant. A tuning fork and 3 different loads are provided. അടുത്തത് study the rate of cooling by drawing time temperature graph. You are provided with calorimeter, water and stopwatch, thermometer, etc. ഇത് വലിയ രീതിയിൽ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണഗതിയിൽ എന്ത് ചെയ്യാറില്ല, ഇത് നമ്മുടെ സ്കൂളിൽ ചെയ്യാറില്ല. ഇനി നമ്മൾ സെക്ഷൻ 2ലേക്ക് നമ്മളുടെ ബി ക്വസ്റ്റ്യനിലേക്ക് അല്ലെ, സെക്ഷൻ ബിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ അധികവും ഏതിൽ നിന്നാണ് ചോദിച്ചത്? +2 നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. നോക്കാം. ആദ്യത്തെ ചോദ്യം, ഡിറ്റർമൈൻ ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ ഗിവൺ വയർ ബൈ ഓംസ് ലോ. സ്ക്രൂ ഗേജ് ഈസ് പ്രൊവൈഡഡ്. നമുക്ക് ഓംസ് ലോ ആണ് ഫസ്റ്റ് ചോദ്യം. അടുത്തത്, ബൈ ഡ്രോയിങ് കറന്റ് വോൾട്ടേജ് ഗ്രാഫ് ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗിവൺ വയർ ബൈ ഓംസ് ലോ. ഓംസ് ലോ ഉപയോഗിച്ചിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. അടുത്തത്, ഫൈൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഗിവൺ വയർ യൂസിംഗ് ഓംസ് ലോ. ഓൾസോ ഫൈൻഡ് ഇറ്റ്സ് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് കണ്ടുപിടിക്കണം. കൃത്യമായിട്ട് ഇക്വേഷൻസ് അവിടെ ഓർമ്മയിൽ വേണം. Find the ratio of resistance of 2 wires using Ohm's law. Ohm's law ഉപയോഗിച്ച് എന്ത് ചെയ്യണം? 2 വയറുകളുടെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അടുത്തത്, determine the resistance of a galvanometer by half deflection method. Also find its figure of merit. വളരെ റയർ ആയിട്ട് സ്കൂളിൽ ഇത് ചെയ്യാറുള്ളൂ, എന്നാലും പല കുട്ടികൾക്കും ഇത് ചെയ്തിട്ടുണ്ട്. Convert the given galvanometer into an ammeter and verify the same. നമുക്കറിയാം ഗാൽവനോമീറ്ററിനെ അമ്മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന്റെ തിയറി പാർട്ട് എല്ലാം നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഗിവൺ ദ റെസിസ്റ്റൻസ് ആൻഡ് ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ദി ഗാൽവനോമീറ്റർ. ഓക്കെ, വളരെ റയർ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളൂ. Convert the given galvanometer into voltmeter and verify the same. ഓക്കെ, സെയിം ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. Determine the frequency of accelerating current using സോണോമീറ്റർ. സോണോമീറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ. സാധാരണഗതിയിൽ സ്കൂളിൽ ഇത് ചെയ്യിക്കാറില്ല. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺകേവ് മിറർ ബൈ യൂസിംഗ് UV ഗ്രാഫ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്യാം. Then find the focal length of the given concave mirror using 1/u and 1/v graph. 1/u 1/v ഗ്രാഫ് ഉപയോഗിച്ച് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ. ആരുടെ? കോൺകേവ് മിററിന്റെ ഗ്രാഫ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. സോ എക്സ്പെരിമെന്റ് നല്ല അടിപൊളിയായിട്ട് കണ്ടക്ട് ചെയ്യണം. അടുത്തത്, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺകേവ് മിറർ യൂസിംഗ് UV മെത്തേഡ് കാൽക്കുലേഷൻ. UV മെത്തേഡ് കാൽക്കുലേഷനിൽ കോൺകേവ് മിററിന്റെ ഫോക്കൽ ലെങ്ത് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അടുത്തത്, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺകേവ് മിറർ യൂസിംഗ് UV മെത്തേഡ് കാൽക്കുലേഷൻ. വെരിഫൈ ദ റിസൾട്ട് യൂസിംഗ് നോർമൽ റിഫ്ലക്ഷൻ മെത്തേഡ് or distant object method. Okay, വളരെ important ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then find the focal length of convex mirror using convex lens. Okay, convex mirror convex lens ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? focal length കണ്ടുപിടിക്കണം. Then find the focal length of convex lens by UV method calculation. അടുത്തത്, find the focal length of convex lens by UV graph. Find the focal length of given convex lens by drawing 1/u 1/v graph. Find the focal length of given concave lens by keeping it in the contact with convex lens. Okay, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഒപ്റ്റിക്സിൽ നിന്ന് നമ്മളിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് പ്രിസവുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ് ആണ്. പ്ലോട്ട് എ ഗ്രാഫ് ഷോയിങ് the variation of angle of deviation d with the angle of incidence I for a given prism. From the graph, find the angle of minimum deviation. Minimum deviation angle കണ്ടുപിടിക്കണം. Okay, അടുത്തത്,
Draw the path of ray of light through a prism for 6 different angles of incidence and find the refractive index of the material of the prism. Okay, angle of prism നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. Find the refractive index of the liquid in liquid lens using concave lens or convex lens or plane mirror. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ കണ്ടക്ട് ചെയ്യേണ്ട എക്സ്പെരിമെന്റ് ആണ്. പല കുട്ടികൾക്കും തിയറി അറിയാമെന്നുണ്ടെങ്കിലും എക്സ്പെരിമെന്റിൽ വാല്യൂ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം നമ്മൾ സാധാരണഗതിയിൽ കാണാറുണ്ട്. സോ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. അടുത്തത് ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ഗിവൺ ലിക്വിഡ് ലെൻസ്. ലിക്വിഡ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ഇതും അത്യാവശ്യം നിങ്ങൾ നന്നായിട്ട് ചെയ്തു പഠിക്കേണ്ട എക്സ്പെരിമെന്റ് ആണ്. ലാസ്റ്റ് വൺ, ഡ്രോ ദ VI characteristics ഓഫ് എ PN ജംഗ്ഷൻ ഡയോഡ് ഇൻ ഫോർവേഡ് ബയാസ്. ഫോർവേഡ് ബയാസിലെ VI characteristicsഉം അതുപോലെ തന്നെ VI characteristics ഓഫ് എ PN ജംഗ്ഷൻ ഡയോഡ് ഇൻ റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസിലെ PN ജംഗ്ഷൻ characteristicsഉം ആണ് കാണാനുള്ളത്. സോ ഇത്രയും എക്സ്പെരിമെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് സെക്ഷൻ എയിൽ നിന്നും ഒരു ക്വസ്റ്റ്യനും സെക്ഷൻ ബിയിൽ നിന്നും മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് നിങ്ങളുടെ എക്സാമിന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതാം. ഓൾ ദി ബെസ്റ്റ്.